നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മെയ് 23 മുതൽ ഒരു 6 ദിവസം ധനുരാശിക്ക് ധനുലഗ്നത്തിനും നല്ല ദിവസങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ നമുക്ക് പറഞ്ഞു തരാം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ മെയ് 23 വെളുപ്പിന് 2:08 AM മുതലാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. മെയ് 23, 24, 25, 26, 27, 28 ഇങ്ങനെ 6 ദിവസം നിങ്ങൾക്ക് നല്ല ദിവസങ്ങളാണ്. ഓക്കെ. പക്ഷേ ഇതൊക്കെ ഈ ഭാഗ്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ നിരവധി കാര്യങ്ങൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അതായത് വീട്ടിൻ്റെ മുമ്പിൽ ഒരു ബെൻസ് കാർ വന്ന് കിടപ്പുണ്ട്, രജിസ്റ്റേർഡ് ഒരു സംഭവം വന്ന് കിടപ്പുണ്ട്. ഓക്കെ. പക്ഷെ അതിൻ്റെ താക്കോല് ഈശ്വരൻ്റെ കയ്യിലാണ്. വെളിച്ചം ചാനൽ പറഞ്ഞു വീഡിയോയുടെ സൗഭാഗ്യമാണ് നിങ്ങൾ ഈശ്വരൻ്റെ അടുക്കൽ ചെന്നിട്ട് ആ താക്കോലിഞ്ഞെടുത്ത് വെളിച്ചം ചാനൽ പറഞ്ഞ താക്കോല് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോയി പണി നോക്കാൻ പറയും. നിരവധി അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചെങ്കിലേ ഇതൊക്കെ നേടാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ, അതായത് ശരിക്കും പറഞ്ഞാൽ അലസ ജീവിതം നയിക്കുന്നവർക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടത്തില്ല. മടിയന്മാരെയൊന്നും ഈശ്വരന്മാർ സംരക്ഷിക്കില്ല. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ അമ്പരപ്പിക്കുന്ന ധനവരം എന്നൊക്കെ ആയിരിക്കും ഞാൻ ടൈറ്റിൽ ഇടാൻ പോകുന്നത്. ഓക്കെ. അതൊക്കെ കിട്ടണമെങ്കിൽ, ജീവിതത്തിൽ അനുഭവത്തിൽ വരണമെങ്കിൽ നമ്മൾ നിരവധി കാര്യങ്ങൾ അനുഷ്ഠിക്കണം. അതെല്ലാം കൂടി ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. നിങ്ങൾ ഞാനുമായിട്ട് വാട്സാപ്പിൽ സൗഹൃദം സ്ഥാപിക്കുക. ഓക്കെ. ഫോൺ വിളിക്കരുത്. ഓക്കെ. എന്നിട്ട് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ നമുക്ക് ദൂരീകരിക്കാം. ആദ്യമായിട്ട് വേണ്ടത് നിങ്ങളുടെ മഹാദശ അന്തർദശ അനുകൂലമായിരിക്കണം. അതുപോലെ ഗ്രഹസ്ഥിതി പൊതുവെ അനുകൂലമായിരിക്കണം. രാശിഫലം ഇപ്പോൾ നമുക്ക് ഈ 6 ദിവസം അത്യാവശ്യം അനുകൂലമാണ്. പിന്നെ നിങ്ങളുടെ ലഗ്നം, ഇപ്പോൾ ധനുരാശിയാണെങ്കിൽ ലഗ്നം വേറെ ഏതെങ്കിലും ഒരു രാശിയായിരിക്കും. അപ്പോൾ ആ രാശിയുടെയും ഫലം നിങ്ങൾക്ക് അനുഭവത്തെയാവും. അപ്പോൾ ലഗ്നം ഏതാണ്, ഏത് രാശിയാണ്, ലഗ്നാധിപൻ ശക്തനാണോ അല്ലയോ, അങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അത് മാത്രം പോരാ, നമ്മൾ പട്ടാള ചിട്ടയോടെ ജീവിക്കേണ്ടി വരും. കൃത്യനിഷ്ഠ നിർബന്ധമാണ്. ഓക്കെ. രാത്രി ഒരു 8:30 ആകുമ്പോഴത്തേക്ക് കിടന്നുറങ്ങണം. TV ഒക്കെ കണ്ട് വെറുതെ സമയം പാഴാക്കുക. എന്നിട്ട് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിന് മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിച്ച് ഈശ്വരൻ്റെ കൈപിടിച്ച് ഒരു ദിവസം തുടങ്ങുക. ഓക്കെ. എന്നിട്ട് എല്ലാ കാര്യത്തിനും കൃത്യനിഷ്ഠ. ആഹാരം കഴിക്കുന്നതിന്, കുളിക്കുന്നതിന്, മോർണിംഗ് വാക്ക് അല്ലെങ്കിൽ ഈവനിങ് വാക്ക്, അതെല്ലാം ഷാർപ്പ് ടൈം. അതുപോലെ ക്ഷേത്ര ദർശനം നിർബന്ധം, അത് കൃത്യസമയത്ത്. അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. എല്ലാം കൂടി ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. നിങ്ങൾ വാട്സാപ്പിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ഞാൻ അയച്ചു തരാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നിരവധി അനുഷ്ഠാനങ്ങൾ, പിന്നെ ദാനധർമാദികൾ, പിന്നെ ഏറ്റവും പ്രധാനം നമ്മുടെ കർമ്മം വിശുദ്ധമായിരിക്കണം. ഈശ്വരൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ല. ഓക്കെ. പറയാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല. അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം
പിന്നെ നിങ്ങളുടെ ഗൃഹനിലയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പരിഹാരകർമ്മം, അതെന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ പൂജകളൊന്നും ഞാൻ പറയാറില്ല. ഏറ്റവും ലളിതമായ പൂജകൾ, മാസത്തിൽ പരമാവധി പോയാൽ ഒരു 300 രൂപയിൽ താഴെ വഴിപാടുകൾ ഒക്കെ വേണ്ടി വരത്തുള്ളൂ. ചിലർക്ക് ഇപ്പോൾ ഇന്നലെ നോക്കിയ 3-4 ഇതിൽ ജാതകങ്ങളിൽ മിക്കവാറും എല്ലാവർക്കും എല്ലാ ഗ്രഹങ്ങളും അനുകൂലം. അവർക്കൊന്നും കാര്യമായിട്ട് പൂജകളൊന്നും ചെയ്യേണ്ടി വരത്തില്ല. 9 ഗ്രഹങ്ങളും അനുകൂലമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അതിനകത്ത് തന്നെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടുക. ഓക്കെ. അപ്പോൾ ധനുരാശിക്ക്, ശരിക്കും ധനു ലഗ്നത്തിനും ഓക്കെ, ഇവിടെ ഈ ദിവസങ്ങളിൽ ഈ 6 ദിവസം ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. കണ്ടക ശനിയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. പിന്നെ എല്ലാ ദിവസവും ശിവനും പാർവതിയും ഉള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. തീർച്ചയായിട്ടും അവിടെ സർപ്പപ്രതിഷ്ഠയും കാണും. അപ്പോൾ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തണം. അതുപോലെ നിങ്ങളുടെ മഹാദശ ഏതാണെന്ന് നോക്കിയിട്ട് അത് അനുസരിച്ച് അവിടെയും നമ്മൾ കൃത്യമായിട്ട് ഏത് ദൈവത്തിനാണ്, ഇപ്പോൾ എനിക്ക് ബുധദശയാണ്, അപ്പോൾ ശ്രീകൃഷ്ണനെയാണ് നമ്മൾ അങ്ങനെ ഓരോ മഹാദശയ്ക്കും ഓരോ പ്രത്യേക ഈശ്വരന്മാരെ നമ്മൾ ധ്യാനിക്കണം. അപ്പോൾ എല്ലാ സമയവും 16 മണിക്കൂറിൽ ഉണർന്നിരിക്കുന്ന 16 മണിക്കൂറിൽ ആദ്യ സെക്കൻഡിൽ തന്നെ ഈശ്വരൻ്റെ കൈ പിടിക്കുക. ഉറങ്ങുന്നത് വരെ ആ കൈ ആ കൈ നമ്മൾ വിടരുത്. കർമ്മങ്ങൾ ചെയ്യുക, അതിനോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുക. അങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. എനിവേ, അപ്പോൾ ഇവിടെ തൽക്കാലം ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലം. നമുക്ക് 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും നിൽക്കുന്നു. ഇവിടെ ഗുണദോഷ സമ്മിശ്രമായിട്ട് 23-24 തീയതികളിൽ ചന്ദ്രൻ ഭാഗ്യസ്ഥാനത്ത്, അത് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും. അതിനുശേഷം 2 ദിവസം കർമ്മഭാവത്തിൽ വരും, പിന്നെ ലാഭസ്ഥാനത്ത് വരും. അതാണ് ഞാൻ ഈ 6 ദിവസം പറഞ്ഞേക്കുന്നത്. ഓക്കെ. മെയ് 23 തൊട്ട് 23, 24, 25, 26, 27, 28 6 ദിവസം. ഓക്കെ. അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം നമുക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചിട്ട്, ഞാൻ പറയുന്നത് വിചാരിച്ചിട്ട് നിങ്ങൾ പോയി 10,000 രൂപയ്ക്ക് ലോട്ടറി ഒന്നും എടുത്തേക്കരുത്. ഒരു ലോട്ടറി എടുക്കാവുള്ളൂ. അത് തന്നെ നിങ്ങളുടെ ഗ്രഹനിലയിൽ സർപ്പം അഥവാ രാഹു അനുകൂലമാണെന്ന് നോക്കണം. ഓക്കെ. മഹാദശി അങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. പിന്നെ സൂര്യൻ നമുക്ക് 6-ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇടവം മാസം മുഴുവൻ സൂര്യനും ബുധനും, അപ്പോൾ നിപുണ യോഗമുണ്ട്. അതായത് രവി ബുധയോഗം, ബുധാദിത്യ യോഗം എന്നൊക്കെ പറയും. ഓക്കെ. ആ യോഗം നിൽക്കുന്നതുകൊണ്ട് ഈ 6 ദിവസവും ഉണ്ട്. അത് മാത്രമല്ല ഇടവമാസം മുഴുവൻ. പിന്നെ ബുധൻ 28-ാം തീയതി മാറുന്നുണ്ട്. ഓക്കെ. എന്തായാലും സൂര്യൻ ഇടവമാസം മുഴുവൻ ഇടവൻ രാശിയിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ് 6-ാം ഭാവത്തിൽ. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം. ഓക്കെ. അത് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, തൊഴിൽ രംഗത്തെ ശത്രുക്കൾ തോറ്റു പിൻവാങ്ങും. ഓക്കെ. അതുപോലെ മേലധികാരികളുടെ കയ്യിൽ നിന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ജോലി സ്ഥലം മാറ്റം വേണമെങ്കിൽ അത് ചിലപ്പോൾ ശരിക്കും വന്നെന്ന് വരും. അതുപോലെ തന്നെ പുതിയൊരു ജോലി ലഭിക്കാനുള്ള സാധ്യത, അതുപോലെ തൊഴിലില്ലാതെ നടക്കുന്ന ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത. ഓക്കെ.
പിന്നെ പിതാവിന് ഐശ്വര്യം, എല്ലാ തരത്തിലുള്ള ഐശ്വര്യം. അതുപോലെ സന്താനങ്ങൾക്ക് നേട്ടം. ഓക്കെ, അത് കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാഭ്യാസപരമായിട്ട് അവർക്ക് നേട്ടങ്ങൾ വരും. ഇപ്പോൾ സ്കൂൾ അടച്ചൊക്കെയാണ് എങ്കിലും തന്നെ പല കുട്ടികൾക്കും 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിനും ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വിദ്യാഭ്യാസപരമായിട്ടുള്ള നേട്ടം. മുതിർന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വഴി നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ വഴി അവർക്ക് അനുകൂലമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും. ഓക്കെ, പിന്നെ വ്യാഴം ഇവിടെ 7ാം ഭാവത്തിലാണ്. ഓർക്കുക, ജൂൺ 2-ന് വ്യാഴം മാറുന്നുണ്ട്. അത് നിങ്ങൾക്ക് പ്രതികൂലമായിട്ടാണ് മാറുന്നത്. പക്ഷേ ഇപ്പോൾ അനുകൂലമാണ്. 7ാം ഭാവത്തിൽ വ്യാഴവും ശുക്രനും ഇപ്പോൾ ഉണ്ട് തൽക്കാലം. ഓക്കെ, ഈ വ്യാഴം ജൂൺ 2-ന് അഷ്ടമത്തിലേക്ക് മാറും. അത് നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ തന്നെ നമ്മൾ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. അത് ജൂൺ 2-ന് വ്യാഴം പ്രതികൂലമാകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഇപ്പോൾ തന്നെ ആ ശീലം തുടങ്ങുക. ഇപ്പോൾ ഈ 6 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഭൗതിക സുഖങ്ങൾ എന്ന് പറയുമ്പോൾ വീട്, വാഹനം, ആഭരണം, അതുപോലെ തന്നെ ദാമ്പത്യ 7ാം ഭാവത്തിലാണ് വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ദാമ്പത്യ ജീവിതം സുലഭിലമാവും. അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഈ 6 ദിവസത്തിൽ അനുകൂലമായിട്ടുള്ള സംഭവങ്ങൾ നടക്കും. വ്യാഴം അനുകൂലമായതുകൊണ്ട് ഭൗതിക സുഖങ്ങൾ, വീട്, വാഹനം, ആഭരണം, വസ്ത്രം, അതുപോലെ തന്നെ ഇഷ്ടഭക്ഷണ സമൃദ്ധി. അപ്പോൾ ആരോഗ്യം മെച്ചപ്പെടും. അത്യാവശ്യം ഗ്ലാമറൊക്കെ കൂടിയെന്ന് വരും. വിഷമം തോന്നരുത്, ഗ്ലാമർ കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ സംഭവം ജൂൺ 2-ന് മുമ്പ് വീണ് കിട്ടുന്ന നല്ല ദിവസങ്ങളാണ്. അത് 6 ദിവസം അടുപ്പിച്ച്. അത് നിങ്ങൾ ബുദ്ധിപൂർവ്വം, കൗശലപൂർവ്വം, വിവേകപൂർവ്വം അത് യൂട്ടിലൈസ് ചെയ്യുക. കാരണം അഷ്ടമത്തിൽ വ്യാഴം വരുമ്പോൾ ഏകദേശം 1 വർഷമാണ് ഈ വ്യാഴം പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അത്ര മെച്ചപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കില്ല. എങ്കിലും അത് 1 വർഷം കഴിഞ്ഞ്, അതായത് 2027 ഏകദേശം ജൂൺ 2-ന് ശേഷം 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. അപ്പോഴത്തേക്ക് ഏകദേശം ശനിയും 5ാം ഭാവത്തിലേക്ക് വരും. ഏകദേശം 1.25 വർഷം കഴിയുമ്പോൾ ശനി മേടൻ രാശിയിൽ, നീചരാശിയിലാണെങ്കിലും അത് വരും. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രതികൂലമായി പറയാൻ ഒക്കത്തില്ല, എങ്കിലും ഗുണദോഷ സമ്മിശ്രമായിട്ട് ആ ശനിദോഷം, കണ്ടകശനി അങ്ങ് മാറും. അപ്പോൾ അതൊരു കണ്ടകശനി ഒരു 1.25 വർഷം കൊണ്ടുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് നമുക്ക് ഈ 1 വർഷം കഴിയുമ്പോൾ 2027 ജൂൺ 2-ന് ശേഷം വ്യാഴവും അനുകൂലമായിട്ട് വരും. അപ്പോൾ ശനിയും വ്യാഴവും ഒരുമിച്ച് വരുന്ന ഒരു കാലഘട്ടം ഏകദേശം 1 വർഷം കഴിഞ്ഞ്, 1.25 വർഷം കഴിഞ്ഞിട്ട് ധനുരാശിക്ക് വരാൻ പോയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ വരുന്ന കാലഘട്ടമാണ്. എന്തായാലും ധനുരാശിക്ക് തൽക്കാലം ഈ 6 ദിവസം നല്ല ദിവസങ്ങളാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ജൂൺ 2-ന് മുമ്പായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും, പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കണം. അതിന് കിട്ടിയ ഒരവസരമാണ് ഇത്. 6 ദിവസം ധനുരാശിക്ക് അടിപൊളി അമ്പരപ്പിക്കുന്ന ധനവരവ്. അത് ഞാൻ പറഞ്ഞില്ല, വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. ഓക്കെ, വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ധനുരാശിക്ക് മാത്രമല്ല, വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം പറയുന്നു. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നമസ്കാരം, ശുഭദിനം.